ഇന്ന് നമ്മൾ കർക്കിടക കഞ്ഞിമരുന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പം ഈ ഒരു പാക്കറ്റിൻ്റെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നവരരി ഉണ്ട്, മരുന്നുണ്ട്, ഉലുവയും അജാളിയും കാണുന്നുണ്ട്. അപ്പം നവരരിയും മരുന്നും ഉലുവയും അജാളിയും ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പാക്കറ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. ഇതിനായിട്ട് അരി ആദ്യം തന്നെ നല്ലോണം കഴുകിയെടുക്കാം. നമ്മൾ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അരി നല്ലോണം ആദ്യം കഴുകിയെടുത്ത്, നവരരി ആയതുകൊണ്ട് കുറച്ചൊന്ന് കുതിർത്തി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഉലുവയും അതുപോലെ കഴുകിയെടുക്കുക. പിന്നെ ഇത് അജാളിയാണ്, ഇതും കഞ്ഞിയിലേക്ക് വേണ്ടതാണ്. ഇതും ഒന്ന് കഴുകി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് അരി ഒന്ന് അതിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. തിളപ്പിച്ചെടുത്തിട്ട് അരിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സർ ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് ലേശം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇടേണ്ടതാണ് രണ്ട് ചെറിയുള്ളി ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പെരുംജീരകമാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയിൽ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിക്ക് ഇട്ട് കൊടുക്കാം. ഇനി അജാളിയും കൂടി നമുക്ക് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നേരത്തെ പാക്കറ്റിലുണ്ടായിരുന്ന കഞ്ഞിമരുന്ന് പൊടി ഈ കർക്കിടകക്കഞ്ഞിയിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങേൻ്റെ കൂട്ടും കൂടി കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുക എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കർക്കിടക മാസത്തിൽ കുടിക്കേണ്ട കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു കഞ്ഞിമരുന്നിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണു. പിന്നെ ഈ മരുന്ന് പാക്കറ്റ് ആർക്കെങ്കിലും പേഴ്സണലി മേടിക്കണം എന്നുള്ളവർ ഞങ്ങളെ ഡീറ്റെയിൽസിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും.